ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നല്ല നല്ല കോഡിലൂടെയും കണക്ഷനിലൂടെയും നമ്മൾ സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക്കാണ് ഗുപ്ത സാമ്രാജ്യം. മത്സര പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലയാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ മൗര്യ സാമ്രാജ്യത്തിനെ കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ്സും കാണുക. ഗുപ്ത സാമ്രാജ്യത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ആദ്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത് ഞാൻ ഈ പറയുന്ന വാക്യങ്ങളാണ്. അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ഗുപ്ത സാമ്രാജ്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള പോയിന്റ്, ബ്രാഹ്മണ ഗുപ്തന്മാർ ഗോൾഡൻ ഗരുഡനിലേറിയത് പാടി നടന്നു പുത്രന്മാർ. ഗുപ്തന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത് ഇതാണ്, ബ്രാഹ്മണ ഗുപ്തന്മാർ. ഇവരെന്ത് ചെയ്യുന്നോ? ഗോൾഡൻ ഗരുഡനിലേറി. ഇത് പുത്രന്മാർ പാടി നടന്നു. അത്രയേ ഉള്ളൂ. ഇതിലെ ഏതൊക്കെ ചോദ്യങ്ങളാണ് ഒളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബ്രാഹ്മണ ഗുപ്തന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണന്മാരുടെ ഭൂമി എന്ന് അറിയപ്പെട്ടിരുന്നത് ഗുപ്ത സാമ്രാജ്യമാണ്. ഗോൾഡൻ ഗരുഡനിലേറി എന്നാണ് പറഞ്ഞത്. യെസ്, ഇന്ത്യയിലെ സുവർണ കാലഘട്ടം അഥവാ ഗോൾഡൻ കാലഘട്ടം എന്നറിയപ്പെടുന്നതും ഗുപ്ത കാലഘട്ടമാണ്. ഗരുഡനിലേറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുപ്തന്മാരുടെ മുദ്ര ഗരുഡൻ, ഗുപ്ത ഗരുഡൻ, ആ ഒരു രീതിയിലും കണക്ട് ചെയ്തോളൂ. പാടി നടന്നു പുത്രന്മാർ എന്നാണ് പറഞ്ഞത്. അതിലെ പാടി പുത്രന്മാർ മാത്രം എടുക്കുക. അത് പാടലീപുത്രമാണ്. ഗുപ്തന്മാരുടെ തലസ്ഥാനം പാടലീപുത്രമാണ്. പിന്നെ പിൽക്കാലത്ത് ചന്ദ്രഗുപ്ത ടൂയുടെ കാലത്ത് ഉജ്ജയിനി രണ്ടാമത്തെ തലസ്ഥാനമായി മാറുന്നുണ്ട്. എല്ലാം നമുക്ക് വഴിയെ നോക്കാം. അപ്പൊ ആദ്യം ഇത്രയും കാര്യം മാത്രം മനസ്സിൽ വെക്കുക. ബ്രാഹ്മണ ഗുപ്തന്മാർ ഗോൾഡൻ ഗരുഡനിലേറിയത് പാടി നടന്നു പുത്രന്മാർ എന്നാണ് പറഞ്ഞത്. യെസ്, ബ്രാഹ്മണന്മാരുടെ ഭൂമി ഗോൾഡൻ ഗരുഡൻ എന്നാൽ ഗോൾഡൻ കാലഘട്ടം, ഗരുഡനായിരുന്നു മുദ്ര. പാടി നടന്നു പുത്രന്മാർ എന്നാൽ പാടലീപുത്രമാണ് അവരുടെ തലസ്ഥാനം. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ. ഈ ക്ലാസ്സിലേക്ക് നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ജോയിൻ ചെയ്തോളൂ. എങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഗുപ്ത കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രധാനമായിട്ട് ഈ കാലഘട്ടത്തെ രണ്ടായിട്ട് തിരിക്കേണ്ടതുണ്ട്. ഒന്ന്, ഗുപ്ത രാജവംശം ആരംഭിച്ചത് മുതൽ ഗുപ്ത രാജവംശം ഒരു സാമ്രാജ്യമായി മാറുന്നുണ്ട്. അതിന് തൊട്ട് മുന്നേ വരെ ശ്രീഗുപ്തനാണ് ഗുപ്ത രാജവംശത്തിന്റെ സ്ഥാപകൻ അഥവാ ഗുപ്ത കാലഘട്ടം ആരംഭിച്ചത്. എങ്കിൽ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഘടോൽകചനാണ് അടുത്ത് വരുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും ഇതൊരു രാജവംശമായി മാത്രം നിന്നു. എങ്കിൽ ഘടോൽകചന്റെ മകനായിട്ടുള്ള ചന്ദ്രഗുപ്ത ഒന്നാമൻ എൻട്രി ആവുമ്പോഴത്തേക്കും അദ്ദേഹം ഇതിനെ ഒരു സാമ്രാജ്യമായി വിപുലീകരിച്ചു എന്നും ഓർത്തോളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഇന്ത്യയിൽ ആദ്യത്തെ സാമ്രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് മൗര്യ സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യം സ്ഥാപിച്ചതിലും ഒരു ചന്ദ്രഗുപ്തൻ ഉണ്ടായിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഞാൻ ഈ രീതിയിലാണ് ഓർക്കാനായിട്ട് പറഞ്ഞത്. CBA, ABCയെ തിരിച്ചിട്ടാൽ എന്താവും? CBA. അത് വെച്ചിട്ട് മൗര്യ സാമ്രാജ്യത്തിലെ രാജാക്കന്മാരെ ഓർഡറിൽ ഓർക്കാൻ. അതിലെ C എന്നാൽ ചന്ദ്രഗുപ്ത മൗര്യൻ, B എന്നാൽ ബിന്ദുസാരൻ, A എന്നാൽ അശോകൻ. എങ്കിൽ മൗര്യ സാമ്രാജ്യത്തിലെ അവസാനത്തെ ശക്തനായിട്ടുള്ള രാജാവ് ആര് എന്ന് ചോദിച്ചാൽ ബൃഹത് രഥനാണ്. മൗര്യ സാമ്രാജ്യം ബൃഹത്താവുമ്പോൾ ബൃഹത് രഥനും വന്നു എന്നാണ്. അതുപോലെ ഓർഡറിൽ തന്നെ നമുക്ക് ഗുപ്ത സാമ്രാജ്യവും പഠിക്കാം. എങ്കിൽ മൗര്യ സാമ്രാജ്യത്തിലെ അവസാന കാലഘട്ടത്തിന് ശേഷം പിന്നീട് നാട്ടുരാജ്യങ്ങളുടെ ഭരണമായിരുന്നു. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള സാമ്രാജ്യമൊന്നും ഉണ്ടായില്ല. എങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം വന്ന ശക്തമായിട്ടുള്ളൊരു സാമ്രാജ്യം ഏത് എന്നാൽ ഗുപ്ത സാമ്രാജ്യമാണ്. അതിൽ ശ്രീഗുപ്തൻ സ്ഥാപിച്ചു. ശ്രീഗുപ്തന്റെ മകനാണ് ഘടോൽകചൻ. അപ്പൊ സാമ്രാജ്യം ഉണ്ടാവുന്നതിന് മുന്നേ ഉള്ള രാജാക്കന്മാരെ ചോദിച്ചു കഴിഞ്ഞാൽ ജി എന്നോർക്കുക. ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആദ്യത്തെ ജി ആയിട്ടുള്ള ഗുപ്തൻ, മകൻ ഘടോൽകചൻ. എങ്കിൽ ഇതൊരു സാമ്രാജ്യമായി മാറുമ്പോഴത്തേക്കും വീണ്ടും അവിടെ ഒരു ചന്ദ്രഗുപ്തൻ വരികയാണ്. ഇത്തവണ ചന്ദ്രഗുപ്ത മൗര്യനല്ല, ചന്ദ്രഗുപ്ത ഒന്നാമൻ. അദ്ദേഹത്തിന്റെ അണ്ടറിലാണ് ഇതൊരു സാമ്രാജ്യമായി മാറുന്നത്. ചന്ദ്രഗുപ്ത ഒന്നാമൻ ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ച കാലഘട്ടം ഏത് എന്ന് ചോദിക്കും. അത് CE 320, കോമൺ എറ 320 ആണ്. CE കോമൺ എറയെ വന്നിട്ട് AD എന്നും പറയാറുണ്ട്. അന്നോ ഡൊമൈൻ അല്ലേ? അപ്പൊ അന്നോ ഡൊമൈൻ 320 അദ്ദേഹം ഈ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു മൗര്യ സാമ്രാജ്യം ചന്ദ്രഗുപ്ത മൗര്യൻ സ്ഥാപിച്ചത് അത് ബിഫോർ ക്രൈസ്റ്റ് ആണ്. BC 321. 3, 2, 1. 1, 2, 3 തിരിച്ചിട്ട് 3, 2, 1. അതിലൊരു പ്രാസം ഉണ്ടല്ലേ. മൗര്യ സാമ്രാജ്യത്തിൽ ആദ്യം പറഞ്ഞത് രാജാക്കന്മാരുടെ ഓർഡർ ABCയെ തിരിച്ചിടാനാണ്, CBA എന്നുള്ള രീതിയിൽ. എങ്കിൽ സ്ഥാപിച്ച വർഷം
അതുപോലെ തന്നെ 1, 2, 3 തിരിച്ചിട്ടാൽ മതി. 321 BC-യിലാണ് ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. എങ്കിൽ ആ 321 നിന്നും 1 കുറവല്ലേ, 320-ലാണ് അത് കഴിഞ്ഞ് വന്ന ഏറ്റവും വലിയ സാമ്രാജ്യമായിട്ടുള്ള ഗുപ്ത സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് CE-യിലാണ്, കോമൺ എറ 320. ഓൾമോസ്റ്റ് 649, 650 വർഷങ്ങളുടെ ഡിഫറൻസ് ഉണ്ട് എന്നും ഓർത്തോളൂ. എങ്കിൽ അദ്ദേഹം ഈ രാജവംശം സ്ഥാപിച്ചത്, ശ്രീഗുപ്തൻ സ്ഥാപിച്ചത് എന്ന് ചോദിക്കും. അത് CE 240-ലാണ്. ആ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിനും 80 വർഷം മുന്നേ, 240 തുടങ്ങി ഓൾമോസ്റ്റ് 40ഓളം വർഷം വന്നിട്ട് ശ്രീഗുപ്തന്റെ കാലഘട്ടമായിരുന്നു. എങ്കിൽ അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് ഘടോൽകചൻ. അദ്ദേഹവും വന്നിട്ട് 280 തുടങ്ങി 319 വരെ, ഓൾമോസ്റ്റ് 40 വർഷം അദ്ദേഹവും ഭരിച്ചു. അപ്പൊ രണ്ടുപേരും കൂടെ ചേർന്ന്, ശ്രീഗുപ്തനും ഘടോൽകചനും കൂടെ ചേർന്ന് 80ഓളം വർഷം ഭരിച്ചതിന് ശേഷം അടുത്ത ചന്ദ്രഗുപ്ത 1 വരുമ്പോഴത്തേക്കാണ് ഇതൊരു സാമ്രാജ്യമായി മാറുന്നത്. അത് CE 320-ലാണ്. എങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് 320 നിന്നും 1 കൂട്ടിയാൽ മതി, 321. പക്ഷെ ബിഫോർ ക്രൈസ്റ്റ് ആണ്, BC 321-ലാണ്. ആ രീതിയിലും കണക്ട് ചെയ്ത് വെച്ചേക്കും. എങ്കിൽ ചന്ദ്രഗുപ്ത 1-ാമന്റെ കാലഘട്ടം കഴിഞ്ഞ് അടുത്ത പ്രധാനപ്പെട്ട രാജാവ് വരുന്നത് അദ്ദേഹത്തിന്റെ തന്നെ മകനായിട്ടുള്ള സമുദ്രഗുപ്തനാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വീണ്ടും ഈ രാജവംശം വളരെയധികം വ്യാപിച്ചു എന്നോർത്തോളൂ. എങ്കിൽ അത് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ചന്ദ്രഗുപ്ത 2-ാമൻ വിക്രമാദിത്യനാണ്. അപ്പൊ ഈ ഒരു ഓർഡറിൽ ഓർത്താൽ മതി, ചന്ദ്ര, സമുദ്ര, ചന്ദ്ര. വീണ്ടും രണ്ടാമതൊരു ചന്ദ്ര വരുമ്പോഴത്തേക്കും ചന്ദ്രഗുപ്ത 2 മാറും. അപ്പൊ ഈ ചന്ദ്രഗുപ്ത 2-ാമനാണ് വിക്രമാദിത്യൻ. വഴിയെ നോക്കാം. ചന്ദ്രഗുപ്ത 2-ാമതിന് ശേഷം അടുത്ത് വരുന്നത് ഒരു കുമരനാണ് എന്നോർത്തോളൂ. യെസ്, അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള കുമാരഗുപ്തൻ. പിന്നെ അവസാനത്തെ ഗുപ്ത സാമ്രാജ്യത്തിലെ ശക്തനായിട്ടുള്ള രാജാവ് സ്കന്ദഗുപ്തൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കേണ്ടത്. അപ്പൊ ചന്ദ്രഗുപ്ത 2-ാമന് ശേഷം വരുന്നത് പിന്നെ ഒരു കുമരനും സ്കന്ദനുമാണ് എന്നോർത്തോളൂ. കുമാരഗുപ്തൻ അവസാനത്തെ ശക്തമായിട്ടുള്ള രാജാവ്, സ്കന്ദഗുപ്തൻ. അപ്പൊ ചന്ദ്രഗുപ്തൻ 1-ാമനാണ് ഈ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ശക്തനായിട്ടുള്ള രാജാവ് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള സമുദ്രഗുപ്തൻ. അപ്പൊ സമുദ്രഗുപ്തനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ആദ്യം ഈ ഒരു രീതിയിൽ ഒന്ന് ഓർത്തോളൂ. അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. സമുദ്രമാകുമ്പോഴത്തേക്ക് സമുദ്രം അലയടിക്കുമല്ലേ? അപ്പൊ അതൊന്ന് ഓർത്തോളൂ. സമുദ്രം അലയടിക്കുന്നു. സമുദ്രത്തിലുള്ളതാരാണ്? ഹരി. ഈ അനന്തപത്മനാഭനൊക്കെ സമുദ്രത്തിലല്ലേ ഉള്ളതെന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ഓർത്തോളൂ. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് ഹരി വിഷ്ണു എന്നൊക്കെ പറയുന്നത്. അപ്പോ സമുദ്രം അലയടിക്കുമ്പോഴത്തേക്കും അവിടെ ഹരി ഉണ്ടാവും. അപ്പൊ അവിടെ ചുമ്മാ കിടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബോറടിക്കും. അപ്പൊ ബോറടിക്കാതിരിക്കാൻ അദ്ദേഹം കവിതയും ചൊല്ലും, വീണയും വായിക്കും എന്നോർത്തോളൂ. അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. സമുദ്രം അലയടിക്കുമ്പോൾ ഹരി കവിത ചൊല്ലും, വീണ വായിക്കും. യെസ്, സമുദ്രം എന്നാൽ സമുദ്രഗുപ്തനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പ്രകീർത്തിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യുദ്ധങ്ങളിലെ വിജയത്തെ കുറിച്ച് പ്രകീർത്തിക്കുന്ന ശാസനമാണ് അലയടിക്കുക എന്നാൽ അലഹാബാദ് ശാസനം. അത് രചിച്ചതാര് എന്ന് ചോദിക്കും. അത് ഹരിസേനൻ. അതാണ് സമുദ്രം അലയടിക്കുമ്പോൾ ഹരി കവിത ചൊല്ലി വീണ വായിക്കും എന്ന് പറഞ്ഞാണ്. യെസ്, ആ ഹരിസേനനാണ് അലഹാബാദ് ശാസനം രചിച്ചത്. ആരെ കുറിച്ച്? സമുദ്രഗുപ്തനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ വിജയഗാഥകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. എങ്കിൽ കവിത ചൊല്ലി വീണ വായിക്കും എന്നല്ലേ പറഞ്ഞത്? യെസ്, കവിത എന്നാൽ കവിരാജ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തനാണ്. സമുദ്രത്തിൽ കവിത വായിച്ചു, കവിത പാടി എന്നോർത്താൽ മതി. കവിരാജ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തനാണ്. വീണ വായിച്ചു എന്നാൽ നാണയങ്ങളിൽ ഇദ്ദേഹം വീണ വായിക്കുന്ന ചിത്രം ആലേഖനം ചെയ്ത് നാണയങ്ങൾ ഇറക്കിയതും സമുദ്രഗുപ്തനാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്യൂ. സമുദ്രം അലയടിക്കുമ്പോൾ ഹരി കവിത ചൊല്ലി വീണ വായിക്കും. സമുദ്രഗുപ്തൻ അലയടിക്കുക എന്നാൽ അലഹാബാദ് ശാസനം ഹരിസേനനാണ് രചിച്ചത്. കവിരാജ എന്നറിയപ്പെടുന്നു. വീണ വായിക്കും എന്നാൽ നാണയങ്ങളിൽ ഇദ്ദേഹം വീണ വായിക്കുന്ന ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. എങ്കിൽ ചന്ദ്രഗുപ്തൻ 1-ാമന്റെ മകനാണ് ഈ സമുദ്രഗുപ്തൻ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. യുദ്ധതന്ത്രജ്ഞനും മികച്ച ഭരണാധികാരിയുമായിരുന്നു അദ്ദേഹം. തന്റെ കാലഘട്ടത്തിലെ ഗുപ്ത സാമ്രാജ്യം അതിർത്തികൾ വൻതോതിൽ ഇദ്ദേഹം വികസിപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് CE 335 മുതൽ 375 വരെയാണ്. അപ്പോൾ ഇദ്ദേഹവും 40 വർഷമാണ് ഇരുന്നത്. 335 മുതൽ 375. 320-ലാണ് ചന്ദ്രഗുപ്ത 1-ാമൻ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 15 വർഷത്തോളം കാലമാണ് അദ്ദേഹം ഇരുന്നത്. അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് വന്ന സമുദ്രഗുപ്തൻ 335 മുതൽ 375 വരെയുള്ള 40 വർഷങ്ങൾ കാലഘട്ടമാണ് ഇരുന്നത്. എങ്കിൽ ഇദ്ദേഹത്തിന്റെ അമ്മ ആര് എന്ന് ചോദിച്ചാൽ ലച്ചാവി വംശത്തിലുള്ള കുമാരദേവിയാണ് ഇദ്ദേഹത്തിന്റെ അമ്മ. ഓക്കെ, ഇദ്ദേഹത്തിന്റെ അമ്മയാണ് ലച്ചാവി വംശത്തിലുള്ള കുമാരദേവി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ലച്ചാവി ദൗഹിത്രൻ എന്നും അറിയപ്പെടുന്നു. സമുദ്രഗുപ്തന്റെ അമ്മ ലച്ചാവി വംശത്തിലായതുകൊണ്ട് തന്നെ
ലച്ചാവി ദൗഹിത്ര്യൻ എന്നും സമുദ്രഗുപ്തൻ അറിയപ്പെടുന്നു എന്ന് ഓർത്തോളൂ. എന്നാൽ ഇന്ത്യൻ നെപ്പോളിയൻ ആര് എന്ന് മത്സര പരീക്ഷയിൽ ചോദിച്ചാൽ നിങ്ങൾ സമുദ്രഗുപ്തൻ എന്ന് എഴുതണം. ഇന്ത്യൻ നെപ്പോളിയൻ എവിടെ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നെപ്പോളിയൻ സമുദ്രത്തിലാണ് എന്നോർത്തോളൂ. അത് സമുദ്രത്തിലല്ല, സമുദ്രഗുപ്തനാണ്. അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് VS ആണ് എന്നും ഓർത്തോളൂ. VS അച്യുതാനന്ദനല്ല, ചരിത്രകാരനായിട്ടുള്ള VA സ്മിത്ത്. അതാണ് ഷോർട്ട് ആയിട്ട് VS എന്ന് പറഞ്ഞത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലും കണക്ട് ചെയ്താൽ മതി. സ്മിത്ത് സമുദ്രനെ നെപ്പോളിയൻ എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ? എങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു അലഹാബാദ് ശാസനം ഹരിസേനനാണ് അതിന്റെ നിർമ്മിച്ചത്. എന്തിനെ കുറിച്ചിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രഗുപ്തന്റെ വീരഗാഥകളെ കുറിച്ചിട്ടുള്ളതാണ്. സമുദ്രം അലയടിക്കുമ്പോൾ ഹരി കവിത ചൊല്ലി വീണ വായിക്കും എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യൂ. എങ്കിൽ ഈ അലഹാബാദ് ശാസനത്തിന്റെ മറ്റൊരു പേരെന്ത് എന്ന് ചോദിച്ചാൽ പ്രയാഗ് പ്രശസ്തി. പ്രയാഗ് എന്നാൽ പ്രളയം പോലത്തെ പേരല്ലേ, അലയടിക്കുക, പ്രളയം, അങ്ങനെ ഒരു കണക്ഷൻ അല്ലേ. അപ്പൊ അലഹാബാദ് സ്തംഭത്തിന്റെ മറ്റൊരു പേര് എന്നാൽ പ്രയാഗ് പ്രശസ്തിയാണ്. ഇത് ഹരിസേനൻ ഏത് ഭാഷയിലാണ് രചിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംസ്കൃത ഭാഷയിലാണ് എന്നും ഓർത്തോളൂ. എന്നാൽ ഇദ്ദേഹത്തിന്റെ മറ്റു നാമങ്ങൾ, ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന മറ്റു നാമങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കാറുണ്ട്. അത് നമുക്ക് നോക്കാം. കവിരാജ നമ്മൾ പറഞ്ഞായിരുന്നു, സമുദ്രത്തിൽ അല്ലെ കവിത വായിക്കുമെന്ന് ബോറടിക്കുമ്പോ. എങ്കിൽ മറ്റു നാമം പരാക്രമ, അശ്വമേധ പരാക്രമ, ലിച്ചാവി ദൗഹിത്ര്യൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. പരാക്രമ, സമുദ്രമാണല്ലോ ഏറ്റവും കൂടുതൽ പരാക്രമം ചെയ്യുന്നത്. അങ്ങനെ ഓർത്താൽ മതി, സുനാമിയൊക്കെ പോലെ. പരാക്രമ, അശ്വമേധ പരാക്രമ എന്നുകൂടി ഉണ്ട്. ഇദ്ദേഹത്തിന് അശ്വമേധ യാഗം നടത്തുന്ന ശീലമുണ്ടായിരുന്നു യുദ്ധത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും വിജയിക്കാനൊക്കെ വേണ്ടിയിട്ട്. അഥവാ ഹോൾ സാക്രിഫൈസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ നെപ്പോളിയൻ അല്ലേ, അപ്പൊ അശ്വമേധ യാഗമൊക്കെ നടത്തിയിട്ട് പോയിട്ടാണ് വിജയിക്കുന്നത്. ആ രീതിയിൽ കണക്ട് ചെയ്യണം. അപ്പൊ അശ്വമേധ പരാക്രമ, പിന്നെ ലിച്ചാവി ദൗഹിത്ര്യൻ അല്ലെ, ലിച്ചാവി വംശത്തിലെ കുമാരദേവിയുടെ മകൻ എന്ന രീതിയിൽ പേര് വരുന്ന ലിച്ചാവി ദൗഹിത്ര്യൻ എന്നും നാമമുണ്ട്. എങ്കിൽ വിക്രമാംഗ, പരമഭാഗവത എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നതും സമുദ്രഗുപ്തനാണ്. പരമഭാഗവത അല്ലെ, സമുദ്രം, ഹരി, ആ ഒരു രീതിയിലൊക്കെ വെച്ചിട്ട് ഭാഗവത ആ ഒരു പേരിലൊക്കെ വന്നിട്ട് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോളൂ. പരമഭാഗവത. വിക്രമാംഗ, വിക്രമാദിത്യന്റെ അച്ഛനാണ്. ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് വിക്രമാദിത്യൻ. ചന്ദ്ര, സമുദ്ര, ചന്ദ്ര അല്ലെ, വീണ്ടും രണ്ടാമത് വരുന്ന ചന്ദ്രൻ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. അദ്ദേഹത്തെയാണ് വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്നത്. എങ്കിൽ ആ വിക്രമാദിത്യന്റെ അച്ഛൻ വിക്രമാംഗ എന്നറിയപ്പെട്ടിരുന്നു. അതാണ് സമുദ്രഗുപ്ത. ആ രീതിയിലും കണക്ട് ചെയ്ത് വച്ചോളൂ. എന്നാൽ നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമുദ്രഗുപ്തൻ പുറത്തിറക്കിയിരിക്കുന്ന സ്വർണ്ണ നാണയങ്ങളിൽ ആലേഖനം ചെയ്തിരുന്നത് അദ്ദേഹം വീണ വായിക്കുന്ന ചിത്രവുമാണ്. അദ്ദേഹം വൈഷ്ണവ മതവിശ്വാസി ആയിരുന്നു എങ്കിലും ബുദ്ധമതം ഉൾപ്പെടെ മറ്റു മതങ്ങളെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ സമുദ്രഗുപ്തന്റെ കാലഘട്ടത്തിൽ രാജ്യം വികസിപ്പിച്ചത് ഏതൊക്കെ രീതിയിൽ എന്ന് നമുക്ക് നോക്കാം. ഇതായിരുന്നു ആദ്യം മഗധ. ചന്ദ്രഗുപ്തൻ ഒന്നാമന്റെ കാലഘട്ടത്തില് രാജ്യം ഈ ഒരു രീതിയിലാണ് വികസിച്ചിട്ടുള്ളത്. എങ്കിൽ സമുദ്രഗുപ്തൻ വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഗുപ്ത സാമ്രാജ്യം വികസിച്ചത്. അദ്ദേഹം ഇത്രയും ഭാഗങ്ങൾ വന്നിട്ട് പിടിച്ചെടുത്തു എന്ന് ഓർത്തോളൂ. എങ്കിൽ സമുദ്രഗുപ്തന്റെ കാലഘട്ടത്തിൽ സൗത്ത് ഒക്കെ വന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും രാജ്യത്തിന് അണ്ടറിലൊന്നുമല്ല. ഇവര് കപ്പം കൊടുക്കുമായിരുന്നു, ഈ സൗത്ത് മേഖലയിലുള്ളവര്. ആ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. ഇവരുടെ ഈ ഗുപ്ത കാലഘട്ടത്തിൽ മുഴുവൻ വന്നിട്ട് സൗത്ത് ഒന്നും പിടിച്ചെടുത്തിട്ടില്ല. എങ്കിൽ സൗത്ത് വന്നിട്ട് ഇവരുടെ അണ്ടറിലായിരുന്നു. പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടുകക്ഷിയെ പോലെ നമ്മൾ ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞ് സൗത്തിലുള്ള രാജ്യങ്ങൾ വന്നിട്ട് ഇവർക്ക് കപ്പം നൽകുമായിരുന്നു. അപ്പൊ ഈ വയലറ്റ് കളറിലുള്ളതായിരുന്നു സമുദ്രഗുപ്തന്റെ അണ്ടറിൽ വന്നിട്ട് രാജ്യം വികസിപ്പിച്ചത്. അപ്പൊ ഗുപ്ത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വികസിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രഗുപ്തന്റെ കാലഘട്ടത്തിലാണ്. അതാണ് ഇദ്ദേഹം ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നത് അല്ലെ. മൗര്യ സാമ്രാജ്യത്തിന് ശേഷം ഗുപ്ത കാലഘട്ടത്തിനെ ഇത്രയും വ്യാപിപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ കഴിവാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ ഇദ്ദേഹത്തെ കുറിച്ച് മെയിൻ ആയിട്ട് PSCയിലോ അല്ലെന്നുണ്ടെങ്കിൽ SSC, UPSC, RRB പരീക്ഷകളിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഹൂ ഈസ് നോൺ ആസ് നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്ന് ചോദിക്കും. ഇന്ത്യൻ നെപ്പോളിയൻ സമുദ്രത്തിലാണ്. യെസ്, സമുദ്രഗുപ്ത. ഹൂ ഗേവ് ദ ടൈറ്റിൽ നെപ്പോളിയൻ ഓഫ് ഇന്ത്യ? ഇന്ത്യൻ നെപ്പോളിയൻ എന്നുള്ള ടൈറ്റിൽ ഇദ്ദേഹത്തിന് നൽകിയത് ആര് എന്ന് ചോദിക്കും. അത് VS ആണ് എന്നാണ് പറഞ്ഞത്. അല്ല എന്നുണ്ടെങ്കിൽ സമുദ്രനെ സ്മിത്ത് നെപ്പോളിയൻ എന്ന് വിളിച്ചു. യെസ്, ചരിത്രകാരനായിട്ടുള്ള VA സ്മിത്ത് ആണ്. എങ്കിൽ വിച്ച് ഗുപ്ത റൂളർ പെർഫോംഡ് ദ അശ്വമേധ യാഗ ടു പ്രോക്ലെയിം ഇമ്പീരിയൽ സോവറിനിറ്റി എന്ന് ചോദിക്കും അല്ലെ. യുദ്ധങ്ങൾക്കൊക്കെ പോകുന്നതിന് മുന്നേ അശ്വമേധ യാഗം നടത്തിയിരുന്നത് ആര് എന്ന് ചോദിക്കും. സമുദ്രഗുപ്തനാണ്. ഗുപ്ത സാമ്രാജ്യത്തിനെ അത്രത്തോളം വ്യാപിപ്പിച്ച മനുഷ്യനാണ്. അപ്പോ അദ്ദേഹം അശ്വമേധ യാഗം നടത്തിയിട്ടാണ് പോയിരുന്നത് എന്ന് ഓർത്തോളൂ അല്ലെ. സമുദ്രൻ അശ്വമേധ യാഗം നടത്തിയിരുന്നു. വാട്ട് ടൈറ്റിൽ വാസ് ഗിവൺ ടു സമുദ്രഗുപ്ത ബിക്കോസ് ഓഫ് ഹിസ് ലവ് ഫോർ മ്യൂസിക് ആൻഡ് പോയട്രി?
അദ്ദേഹത്തിന് മ്യൂസിക്കിനോടും കവിതയോടും ഒക്കെ ഉള്ള ഇത് ഇഷ്ടം കാരണം അദ്ദേഹം എന്ത് ടൈറ്റിലാണ് അറിയപ്പെട്ടിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു കവി രാജ. സമുദ്രത്തിൽ ബോറടിക്കുമ്പോൾ കവിത വായിക്കും, പിന്നെ വീണയും വായിക്കും എന്നാണ് പറഞ്ഞത്. യെസ്, നാണയങ്ങളില് അദ്ദേഹം വീണ വായിക്കുന്ന ചിത്രമാണ് ആലേഖനം ചെയ്തിരുന്നത്. എങ്കിൽ ഹൂ വാസ് ദ കോർട്ട് പോയിറ്റ് ഓഫ് സമുദ്രഗുപ്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രം അലയടിക്കുമ്പോൾ ഹരി എന്നാണ് പറഞ്ഞത്. അത് വെച്ച് ഓർക്കൂ, ഹരിസേനനാണ് അദ്ദേഹത്തിന്റെ കോർട്ട് പോയറ്റ്. വിച്ച് ഇൻസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ മിലിറ്ററി കോൺക്വസ്റ്റ് ഓഫ് സമുദ്രഗുപ്ത. സമുദ്രഗുപ്തന്റെ യുദ്ധത്തിലുള്ള ജയങ്ങളെ കുറിച്ചിട്ട് പറയുന്ന ഇത് ശിലാലിഖിതങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലഹാബാദ് ശാസനം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു പേര് പ്രയാഗ് പ്രശസ്തിയാണ്. ഈ പ്രയാഗ് പ്രശസ്തി വാസ് കമ്പോസ്ഡ് ഇൻ വിച്ച് ലാംഗ്വേജ്? ഏത് ലാംഗ്വേജിലാണ് ഹരിസേന കമ്പോസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംസ്കൃതത്തിലാണ് എന്നും ഓർത്തോളൂ. അപ്പൊ സമുദ്രഗുപ്തനെ കുറിച്ചിട്ട് ഇത്രയും കാര്യമാണ് നോക്കാനുള്ളത്. എങ്കിൽ നമുക്ക് അടുത്ത് നോക്കേണ്ടത് ചന്ദ്ര, സമുദ്ര, ചന്ദ്ര. യെസ്, രണ്ടാമത് വരുന്ന ചന്ദ്രഗുപ്തൻ രണ്ടാമനെ കുറിച്ചിട്ടാണ്. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ അഥവാ വിക്രമാദിത്യൻ. പണ്ടുള്ള കഥകളൊക്കെ കേട്ടില്ലേ, വിക്രമാദിത്യൻ വേതാളം കഥകള്, അത് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത് അല്ലെ. വിക്രമാദിത്യന്റെ സദസ്സിൽ സ്ഥിരമായിട്ടൊരു സന്യാസി വരുമായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ശാന്തിശീലൻ. ഇദ്ദേഹത്തിന് ഓരോ പഴം വെച്ച് നൽകുമായിരുന്നു. ഈ പഴം ഇദ്ദേഹം സൂക്ഷിക്കാനായിട്ട് ഭടന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അബദ്ധത്തിൽ ഈ ഭടന്മാരുടെ കയ്യിൽ നിന്നും ആ പഴം താഴെ വീഴുകയും അതിൽ നിന്നും അമൂല്യമായിട്ടുള്ള രത്നം കണ്ടെത്തുകയും ചെയ്തു. അപ്പൊ ഇത്രയും വലിയ സമ്മാനം ഇദ്ദേഹത്തിന് നൽകുന്നതുകൊണ്ട് അദ്ദേഹം ആ സന്യാസിയോട് ചോദിച്ചു, ഇതിന് പകരമായിട്ട് ഞാൻ എന്താണ് നൽകേണ്ടത്, എന്തിനാണ് എനിക്ക് നൽകുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു മഹായാഗം ചെയ്യണം. അതിനായിട്ട് അദ്ദേഹത്തിന് വേതാളം, ഒരു ശ്മശാനത്തിലെ മരത്തിന്റെ മുകളിലുള്ള വേതാളത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആ വേതാളത്തിലെ കൂട്ടിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വീരന്റെ സഹായം എനിക്ക് വേണം, അത് എനിക്ക് വേണ്ടി താങ്കൾ അത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ട് അമാവാസി ദിനത്തില് ആ ശ്മശാനത്തിലേക്ക് ഇദ്ദേഹം പുറപ്പെടുകയും അവിടെ പേടിപ്പിക്കുന്ന ആ സാഹചര്യത്തില് ആ മരത്തിൽ നിന്നും വേതാളത്തെ കണ്ടെത്തുകയും വേതാളത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴത്തേക്കും വേതാളം തിരിച്ച് മറുപടി പറയുകയാണ്, ഞാൻ 2 നിബന്ധന വയ്ക്കും. ഈ യാത്രാമധ്യേ താങ്കളോട് ഞാൻ ഓരോ കഥ പറയും, എന്നിട്ട് അതിന്റെ അവസാനം അതിൽ നിന്നുള്ളൊരു ചോദ്യം ചോദിക്കും. അതിന് കൃത്യമായിട്ടുള്ള മറുപടി താങ്കൾ നൽകുകയാണ് എന്നുണ്ട് എങ്കിൽ, അതിനായിട്ട് മറുപടി നൽകാനായിട്ട് താങ്കൾ വാ തുറന്നാൽ ഞാൻ തിരിച്ച് വീണ്ടും മരത്തിലേക്ക് പോകും. എങ്കിൽ താങ്കൾ മൗനമായിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ താങ്കളുടെ തല പൊട്ടിത്തെറിക്കും. എങ്കിൽ ഞാൻ വരാമെന്ന്. നല്ല രസമുണ്ടല്ലേ? അപ്പൊ ആ ഒരു ടാസ്ക് ഇദ്ദേഹം ഏറ്റെടുക്കുകയും അദ്ദേഹം പോകുന്ന വഴിക്ക് ഇദ്ദേഹത്തിന്റെ തോളിൽ നിന്നും വേതാളം ഓരോ കഥ പറയും. അതിന്റെ ഉത്തരം അവസാനം ചോദിക്കും. അങ്ങനെ 25ഓളം ചോദ്യങ്ങൾ ചോദിച്ചു. 24 എണ്ണത്തിനും ഇദ്ദേഹം ഉത്തരം നൽകി. വേതാളം തിരിച്ച് മരത്തിലേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ച് വേതാളത്തെ വീണ്ടും കൂട്ടിക്കൊണ്ടുവരും. 25ാമത്തെ ചോദ്യം ഒരു അച്ഛനും മകനും വന്നിട്ട് ഒരു അമ്മയെയും മകളെയും കല്യാണം കഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ മറുപടി ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഇദ്ദേഹം മൗനം പാലിച്ചു. എന്നാൽ ഇദ്ദേഹത്തിന്റെ സത്യസന്ധതയിൽ ആകർഷനായിട്ടുള്ള വേതാളം അദ്ദേഹത്തോട് പറയുകയാണ്, ഈ ശാന്തിശീലൻ എന്ന് പറയുന്ന സന്യാസി യഥാർത്ഥത്തിൽ ശാന്തിയുള്ള ശീലനുള്ള ആളൊന്നും അല്ല, അതൊരു ദുർമന്ത്രവാദിയാണ്. താങ്കളെയും എന്നെയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് രണ്ടുപേരെയും വധിച്ച് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ളവനായിട്ട് മാറാനായിട്ട് ശ്രമിക്കുന്ന ഒരു ദുർമന്ത്രവാദിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്വഭാവം മനസ്സിലാക്കി കൊടുക്കുകയും തുടർന്ന് ഈ ശാന്തിശീലനെ വധിക്കേണ്ട ടെക്നിക്കും പറഞ്ഞു കൊടുക്കും വേതാളം. അങ്ങനെ ശാന്തിശീലനെ വധിച്ച് ആ രാജ്യത്തെയും ശ്മശാനത്തെയും വേതാളത്തെയും എല്ലാം ഇദ്ദേഹം രക്ഷിക്കും. ഇതേ തുടർന്ന് ഇതിന്റെ സന്തോഷത്തിലെ വേതാളം ഇനിയെന്നും അദ്ദേഹത്തിന് വേണ്ടി താങ്കൾക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യത്തിനും ഞാൻ കൂടെ ഉണ്ടാകും എന്ന വരവും നൽകി എന്നുള്ളതാണ് അതിന്റെ ചുരുക്ക കഥ. അപ്പൊ ആ വിക്രമാദിത്യനാണ് ഈ വിക്രമാദിത്യൻ എന്ന് ഓർത്തോളൂ. ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം CE 375 മുതൽ 415, വീണ്ടും 40 വർഷമല്ലേ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ശ്രീഗുപ്തന്റെ ഭരണകാലഘട്ടം 240 മുതൽ 280 വരെ 40 വർഷം. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്നത് ഘടോത്കചൻ അല്ലെ. ഘടോത്കചന്റെ കാലഘട്ടവും 280 മുതൽ 319, ഓൾമോസ്റ്റ് 40 വർഷമാണ്. എങ്കിൽ 320 ചന്ദ്രഗുപ്ത ഒന്നാമൻ വന്നിട്ട് സാമ്രാജ്യം ആരംഭിക്കുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടം 15 വർഷമേ ഉള്ളൂ, 320 മുതൽ 335 വരെ. എങ്കിൽ അതേ തുടർന്ന് വരുന്ന സമുദ്രഗുപ്തൻ വീണ്ടും 40 വർഷം ഇരിക്കുകയാണ്, 335 മുതൽ 375 വരെ. എങ്കിൽ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ചന്ദ്രഗുപ്തൻ രണ്ടാമൻ വീണ്ടും 40 വർഷം ഇരിക്കുകയാണ്, 375 മുതൽ 415 വരെ. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യൂ. എങ്കിൽ ചന്ദ്രഗുപ്ത രണ്ടാമന്റെ അച്ഛൻ നമ്മൾ പറഞ്ഞായിരുന്നു സമുദ്രഗുപ്തനാണ്, അമ്മ ദത്താദേവിയാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ ഇദ്ദേഹത്തിന്റെ പിൻഗാമി കുമാരഗുപ്തൻ ഒന്നാണ്.
വിക്രമാദിത്യന്റെ മകൻ ആര് എന്ന് ചോദിച്ചാൽ ഒരു കുമാരനാണ് എന്നോർത്താൽ മതി. കുമാരഗുപ്തൻ ഒന്നാണ്. ഇദ്ദേഹം പടിഞ്ഞാറ് ഭാഗമാണ് വികസിപ്പിച്ചത് കേട്ടോ. നമ്മൾ പറഞ്ഞായിരുന്നു സമുദ്രഗുപ്തന്റെ കാലഘട്ടത്തിൽ ഇത്രയും ഭാഗം, ഈ വയലറ്റ് കളറുള്ള ഇത്രയും ഭാഗമാണ് വികസിച്ചത് എങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഈ ഗുജറാത്തിന്റെ ഈ മുകളിലുള്ള ഭാഗമായിട്ടുള്ള ഈ പടിഞ്ഞാറ് ഭാഗമാണ് ഇദ്ദേഹം വികസിപ്പിച്ചത്. അവിടെയുള്ള ശകന്മാരെ ഇദ്ദേഹം തോൽപ്പിക്കുകയും അതിലൂടെ ഇദ്ദേഹം സ്വയം ഒരു പദവി സ്വീകരിക്കുകയും ചെയ്തു. പരാക്രമത്തിന്റെ സൂര്യൻ എന്ന അർത്ഥം വരുന്ന വിക്രമാദിത്യൻ എന്നുള്ള പദവിയാണ് ഇദ്ദേഹം സ്വീകരിച്ചത്. അപ്പൊ എല്ലാരും പറഞ്ഞു ശകന്മാരല്ലേ തോൽപ്പിച്ചത്, നിങ്ങൾ ശകാരി എന്ന് അറിയപ്പെടും, ആ രീതിയിൽ കണക്ട് ചെയ്തോളൂ. യെസ്, ശകന്മാരെ തോൽപ്പിച്ചത് കൊണ്ട് തന്നെ ശകാരി എന്ന നാമത്തിൽ അറിയപ്പെടുന്നതും വിക്രമാദിത്യൻ തന്നെയാണ്. എങ്കിൽ ഇദ്ദേഹം അറിയപ്പെട്ടിരുന്ന മറ്റു നാമങ്ങൾ ദേവഗുപ്ത, ദേവരാജ, ദേവശ്രീ എന്നീ പേരിൽ അറിയപ്പെട്ടിരുന്നതും വിക്രമാദിത്യനാണ്. അതുകൊണ്ട് കോർഡിനേറ്റ് ഇങ്ങനെ ഓർത്താൽ മതി, ദേവ വിക്രമാദിത്യൻ, ആ രീതിയിൽ വേണമെങ്കിലും കണക്ട് ചെയ്തോളൂ. മൗര്യ സാമ്രാജ്യം പഠിച്ചപ്പോഴത്തേക്കും പേരിനോടൊപ്പം ദേവ വരുന്ന രാജാവ് ആര് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അത് അശോകൻ. ശോകമില്ലാത്തവനോട് ദേവന് പ്രിയം തോന്നുമല്ലേ. യെസ്, ദേവനാം പ്രിയദർശി, പ്രിയദർശി രാജ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് അശോകനാണ്. മാത്രമല്ല 99 സഹോദരന്മാരെയും കൊന്നിട്ട് വന്ന മനുഷ്യനാണ്, ശോകമില്ലാത്തതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് അശോകൻ അധികാരത്തിലേറുന്നത്. കലിംഗ യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിന് മാനസാന്തരം വന്നു. അപ്പോ ദേവന് പ്രിയം തോന്നി, ദേവനാം പ്രിയദർശി, പ്രിയദർശി രാജ. എങ്കിൽ ഗുപ്ത രാജവംശം വരുമ്പോഴത്തേക്കും പേരിനോടൊപ്പം ദേവ എന്ന ടൈറ്റിലിൽ അറിയപ്പെട്ടിരുന്നത് ഇദ്ദേഹമാണ്. ദേവഗുപ്ത, ദേവരാജ, ദേവശ്രീ. അപ്പൊ വിക്രമാദിത്യനെ ദേവവിക്രമാദിത്യൻ ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തു വെച്ചാൽ മതി. നമ്മൾ പറഞ്ഞ പോലെ ശക രാജവംശത്തെ ഇദ്ദേഹം തോൽപ്പിച്ചതിലൂടെ ഇദ്ദേഹം പടിഞ്ഞാറൻ സമുദ്ര മേഖല വരെ വന്നിട്ട് ഗുപ്ത രാജവംശം വ്യാപിപ്പിച്ചു എന്നും ഓർത്തോളൂ. എങ്കിൽ ചന്ദ്രഗുപ്ത രണ്ടാമന്റെ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരി ചോദിക്കും, അല്ലെങ്കിൽ ചൈനീസ് സഞ്ചാരിയെ കുറിച്ച് ചോദിക്കും. അത് വിക്രമാദിത്യനാണ്. ഇങ്ങനെ ഓർക്കാനാണ് ഞാൻ പറഞ്ഞത്. ഫാവി, വിദേശ സഞ്ചാരികളെ കുറിച്ച് കോഡിലൂടെ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണൂ, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പൊ ഫാവി എന്നാൽ ഫാഹിയാൻ വിക്രമാദിത്യൻ. വേറെയും കോഡുണ്ട്, ബി ഡി എന്നാൽ ബിന്ദുസാരൻ ഡയാമാക്കോസ്, അല്ലെങ്കിൽ ഹാ ഹു എന്ന കോഡുണ്ട്. ഹാ എന്നാൽ ഹർഷവർദ്ധൻ, ഹു എന്നാൽ കുയാൻ സാങ്. അല്ലാന്നുണ്ടെങ്കിൽ മാമി എന്നൊരു കോഡ് ഞാൻ പറഞ്ഞായിരുന്നു. മാ എന്നാൽ മൗര്യൻ, ചന്ദ്രഗുപ്ത മൗര്യൻ. മീ എന്നാൽ മെഗസ്തനീസ്. അപ്പൊ ആ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണൂ. അപ്പോ വിക്രമാദിത്യന്റെ കാലഘട്ടത്തിൽ വന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാഹിയാനാണ്. അദ്ദേഹം ഇന്ത്യയിൽ സഞ്ചരിച്ചപ്പോൾ ഉള്ള യാത്രാ വിവരണത്തെ കുറിച്ച് എഴുതിയ പുസ്തകമുണ്ട്, അതാണ് ഫുക്കോജി. ഫാഹിയാൻ എഴുതിയ പുസ്തകം ഫുക്കോജി, ഫാഹിയാൻ ഫുക്കോജി, ആ രീതിയിൽ കണക്ട് ചെയ്യണം. എങ്കിൽ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് പാടലിപുത്രത്തിൽ നിന്നും പ്രധാന തലസ്ഥാനമായിട്ട് ഉജ്ജയിനിലോട്ട് അദ്ദേഹം തലസ്ഥാനത്തെ മാറ്റിയിട്ട് അവിടെയാണ് ഭരണം നടത്തുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തെ അലങ്കരിച്ചിരുന്ന പ്രശസ്തമായിട്ടുള്ള പണ്ഡിതന്മാർ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നവരത്നങ്ങൾ. വിക്രമാദിത്യൻ വേതാളം കഥ പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സദസ്സ് അലങ്കരിച്ചിരുന്ന നവരത്നങ്ങളും വളരെയധികം ഫേമസ് ആണ്. ഈ നവരത്നങ്ങളിലാണ് പ്രശസ്തമായിട്ടുള്ള കവി കാളിദാസനൊക്കെ ഉള്ളത്. അപ്പൊ നവരത്നങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ്സിൽ തന്നെ നമുക്ക് നോക്കാം. അപ്പോ ഉജ്ജയിനിയിലെ അദ്ദേഹത്തിന്റെ കൊട്ടാരം അല്ലേ, ഉജ്ജയിനിലോട്ട് സ്ഥലം മാറ്റി ഈ നവരത്നങ്ങളെയും കൊണ്ട് അദ്ദേഹം വിക്രമാദിത്യൻ ഉജ്ജ്വലമായി ഭരിച്ചു എന്നോർത്താൽ മതി. അതിലെ ഉജ്ജ്വലം എന്നാൽ ഉജ്ജയിനി എന്ന് കണക്ട് ചെയ്തോളൂ. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് പ്രകീർത്തിക്കുന്ന ശാസനം ഏത് എന്ന് ചോദിച്ചാൽ മെഹ്റോളി ഇരുമ്പ് സ്തൂപം എന്നും ഓർക്കണം. വിക്രമാദിത്യൻ വേതാളം കഥയിലുള്ള വിക്രമാദിത്യനെ കുറിച്ചുള്ള പൊളി കഥകളൊക്കെ പറയുന്നത് മെഹ്റോളി ഇരുമ്പ് സ്തൂപത്തിലാണ് എന്നും ഓർത്തോളൂ. ഡൽഹിയിലെ കുത്തബ് മിനാർ കോംപ്ലക്സിന് സമീപത്താണ് ഈ ഇരുമ്പ് സ്തൂപം വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. അതിലെ ചന്ദ്ര എന്ന് പ്രകീർത്തിക്കുന്നത് ഇദ്ദേഹത്തെ കുറിച്ചിട്ടാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയപ്പെടുന്നത്. ഈ സ്തൂപത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇത് ഇതുവരെ വന്നിട്ട് തുരുമ്പിക്കാത്ത അടിപൊളിയായിട്ടുള്ള ഇരുമ്പ് സ്തൂപമാണ് മെഹ്റോളി ഇരുമ്പ് സ്തൂപം എന്നും നിങ്ങൾ കണക്ട് ചെയ്ത് വയ്ക്കൂ. എങ്കിൽ ഇനി നോക്കാനുള്ളത് വിക്രമാദിത്യൻ അഥവാ ചന്ദ്രഗുപ്ത രണ്ടാമന്റെ കാലഘട്ടത്തില് സദസ് അലങ്കരിച്ചിരുന്ന നവരത്നങ്ങളെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, കാളിദാസൻ അദ്ദേഹത്തിന്റെ സദസ് അലങ്കരിച്ചിരുന്ന പ്രധാനമായിട്ടുള്ള കവിയും നാടകകൃത്തുമായിട്ടുള്ള വ്യക്തിയാണ് കാളിദാസൻ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള വർക്കുകൾ അവിജ്ഞാന ശാകുന്തളം, മേഘദൂത് എന്നിവയാണ്. ദാസൻ ശകുന്തളയ്ക്ക് ദൂത് പോയി എന്ന് കണക്ട് ചെയ്തോളൂ. അവിജ്ഞാന ശാകുന്തളം, മേഘദൂത്. പുരാതന കാലത്തുള്ള പ്രശസ്തമായിട്ടുള്ള കൃതികളും അത് എഴുതിയ വ്യക്തികളെയും കുറിച്ച് കോഡിലൂടെ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണൂ. എങ്കിൽ അദ്ദേഹത്തിന്റെ സദസ് അലങ്കരിച്ച മറ്റൊരു വ്യാകരണ പണ്ഡിതൻ ഉണ്ടായിരുന്നു, അഥവാ ഭാഷാ പണ്ഡിതൻ ഉണ്ടായിരുന്നു. അതാണ് അമരസിംഹൻ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള വർക്ക് അമരഘോഷൻ. ഭാഷയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അമറും എന്ന് ഓർത്താൽ മതി, അത് അമരസിംഹനാണ്. എങ്കിൽ ജ്യോതിശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാഹ മിഹിരനാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികൾ ബൃഹത് സംഹിത, പഞ്ചസിദ്ധാന്തിക. പഞ്ചാംഗം എന്നൊക്കെ കേട്ടിട്ടില്ല, അതുപോലെ ബൃഹത് സംഹിതയും പഞ്ചസിദ്ധാന്തികയും വരാഹ മിഹിരന്റേതായിരുന്നു.
അന്നത്തെ കാലം വരെ ഈ ജ്യോതിശാസ്ത്രം വന്നിട്ട് ഒരു അടുക്കും ചിട്ടയില്ലാതൊക്കെയാണ് നിന്നത്. ഇതിനെ വന്നിട്ട് ക്രോഡീകരിച്ചതും ഇദ്ദേഹമാണ്. അതാണ് ബൃഹത്തായിട്ടുള്ള ജ്യോതിശാസ്ത്രത്തിനെ ക്രോഡീകരിച്ച മനുഷ്യൻ. ബൃഹത് സംഹിത എഴുതി പഞ്ച സിദ്ധാന്തിക വരാഹ മിഹിരനാണ്. വരാഹത്തെ ഓർമ്മിച്ച് കവടി നിർത്തി എന്ന് ചുമ്മാ ഗോഡനായിട്ട് ഓർത്താൽ മതി. എങ്കിൽ ധന്വന്തരി വൈദ്യത്തിനായിട്ട് ആരുണ്ടായിരുന്നു നവരത്നങ്ങളിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ധന്വന്തരി ഉണ്ടായിരുന്നു എന്ന് ഓർത്തോളൂ. എങ്കിൽ ശംഖു ശില്പിയാണ്, വാസ്തു ശില്പിയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാം, രാജശില്പി. അതിൽ ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ പേരും ശംഖു ആയിരുന്നു. അതിലും പുള്ളി ശില്പം പണിയുന്ന ഒരാളാണ്. അപ്പൊ അത് വെച്ചിട്ടുണ്ടായിരുന്നു ഓർത്താൽ മതി. പുള്ളി നവരത്നങ്ങളിൽ ഉണ്ടായിരുന്നു. പേര് ശംഖു ശില്പിയാണ്. എങ്കിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള വർക്കാണ് ശില്പശാസ്ത്ര എന്നോർത്തോളൂ. എങ്കിൽ വേതാളഭടൻ, നമ്മൾ ആ വേതാളം ഇതിലുണ്ട് എന്ന് കണക്ട് ചെയ്ത് വെച്ചോളൂ. മാന്ത്രികനാണ്. അപ്പൊ ആ വേതാളമാണ് ഇതെന്ന് ചുമ്മാ ഓർത്തു വെച്ചാൽ മതി. വേതാളഭട്ടൻ മാന്ത്രികനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതി മന്ത്രശാസ്ത്രയാണ്. അപ്പൊ വേതാളഭട്ടനും നവരത്നങ്ങളിൽ ഉണ്ടായിരുന്നു. പിന്നെ ഘടകർപ്പര, അദ്ദേഹം ശില്പിയും കവിയുമായിരുന്നു. പിന്നെ വരരുചി ഉണ്ടായിരുന്നു. ഇദ്ദേഹം വ്യാകരണ പണ്ഡിതനാണ്, ഭാഷാ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് പ്രാകൃത പ്രകാശ. എങ്കിൽ ക്ഷമണക വന്നിട്ട് മറ്റൊരു ജ്യോതിശാസ്ത്രജ്ഞനായിട്ടുള്ള വ്യക്തിയായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ നവരത്നങ്ങൾ അലങ്കരിച്ചിരുന്ന നവരത്നങ്ങളിലെ പണ്ഡിതന്മാര് ഇതൊക്കെയായിരുന്നു എന്ന് ഓർത്തു വെച്ചോളൂ. എങ്കിൽ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പ്രധാനമായും മത്സര പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വാട്ട് വാസ് ദ ടൈറ്റിൽ അഡോപ്റ്റഡ് ബൈ ചന്ദ്രഗുപ്ത II ആഫ്റ്റർ ഡിഫീറ്റിംഗ് ദ ഷഗാസിനെ തോൽപ്പിച്ചതിന് ശേഷം ചന്ദ്രഗുപ്ത അഡോപ്റ്റ് ചെയ്ത ടൈറ്റിൽ എന്തായിരുന്നു? സ്ഥാനപ്പേര് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വിക്രമാദിത്യനല്ലേ, സൂര്യനേക്കാൾ പോലെ ജ്വലിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വരുന്ന വിക്രമാദിത്യൻ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പറഞ്ഞതാണ് ശകന്മാരെ തോൽപ്പിച്ചു, ശകാരി എന്ന്. ആ രീതിയിൽ കണക്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. എങ്കിൽ ചൈനീസ് ട്രാവലർ ഹൂ വിസിറ്റ് ഇന്ത്യ ഡ്യൂറിംഗ് ചന്ദ്രഗുപ്ത II റെയിൻ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്ത ചൈനീസ് സഞ്ചാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാവി എന്നാണ് പറഞ്ഞത്. യെസ്, ഫാഹിയാൻ ആണ് വിക്രമാദിത്യന്റെ കാലഘട്ടത്തിൽ വന്നത്. ഹൂ വെയർ ദ ഗ്രൂപ്പ് ഓഫ് എമിനിയന്റ് സ്കോളേഴ്സ് പ്രസന്റ് ഇൻ ഹിസ് കോർട്ട്, അദ്ദേഹത്തിന്റെ കോർട്ട് അലങ്കരിച്ചിരുന്ന പണ്ഡിതന്മാർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നവരത്നങ്ങളാണ്. ഹൂ വാസ് ദ മോസ്റ്റ് ഫേമസ് പോയറ്റ് ആൻഡ് ഡ്രാമാറ്റിസ്റ്റ് എമംഗ് ദ നവരത്നങ്ങളിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോയറ്റും നാടകൃത്തും കവിയും ആര് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാളിദാസനാണ്. ഹിസ് ഫേമസ് വർക്ക് ഇൻക്ലൂഡ് അഭിജ്ഞാന ശാകുന്തളം ആൻഡ് മേഘദൂതം. ദാസൻ ശകുന്തളയ്ക്ക് ദൂത് പോയി എന്നാണ് പറഞ്ഞത്. ദാസൻ എന്നാൽ കാളിദാസൻ, ശകുന്തള എന്നാൽ അഭിജ്ഞാന ശാകുന്തളം, ദൂത് എന്നാൽ മേഘദൂത്. ആ രീതിയിൽ കണക്ട് ചെയ്യൂ. ശകന്മാരെ പരാജയപ്പെടുത്തിയതിന്റെ സ്മരണയ്ക്കായി ചന്ദ്രഗുപ്തൻ രണ്ടാമൻ പുറത്തിറക്കിയ നാണയങ്ങൾ ഏവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെള്ളി നാണയങ്ങളാണ് എന്നും ഓർത്തോളൂ. ഹൂ വാസ് റിനോംഡ് അസ്ട്രോണമർ ഇൻ കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത II, അദ്ദേഹത്തിന്റെ കോർട്ട് അലങ്കരിച്ചിരുന്ന അസ്ട്രോണമർ ആര് എന്ന് ചോദിച്ചാൽ അഥവാ ജ്യോതിശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ വരാഹ മിഹിര എന്നാണ് പറഞ്ഞത്. വരാഹത്തെ ഓർമ്മിച്ച് കബഡി നിരത്തും. ആ പാട്ടൊക്കെ ഓർമ്മ വന്നാൽ മതി. വരാഹ രൂപം, ആ പാട്ട് ഓർമ്മിച്ചാണ് ഇദ്ദേഹം കബഡി നിരത്തുന്നതെന്ന് ഓർത്ത് വെച്ചോളൂ. ഹൂ വാസ് ദ ഫേമസ് ഫിസിഷ്യൻ ഇൻ ഹിസ് കോർട്ട്, അദ്ദേഹത്തിന്റെ കോർട്ടിലുള്ള വൈദ്യശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധന്വന്തരി, തിരി തെളിയിച്ചു വെച്ച് വൈദ്യം നോക്കും എന്ന് കണക്ട് ചെയ്താൽ മതി. വിച്ച് മെറ്റൽ കോയിൻ വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദി ഗുപ്ത എംപയർ ബൈ ചന്ദ്രഗുപ്ത II, നമ്മൾ പറഞ്ഞില്ല. ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് ഗുപ്ത എംപയറിൽ ആദ്യമായിട്ട് വ്യാപകമായിട്ട് വെള്ളി നാണയങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ശകന്മാരെ തോൽപ്പിച്ചതിന് ശേഷമാണ് എന്നും ഓർത്തോളൂ. വിച്ച് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദ ഗുപ്ത എംപയർ ഡ്യൂറിംഗ് ഹിസ് റെയിൻ, ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ക്യാപിറ്റൽ ഏതായിരുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നവരത്നങ്ങളെയും കൊണ്ട് ഉജ്ജ്വലമായി ഭരിക്കാൻ ഉജ്ജയിനിയിലേക്ക് പോയി എന്ന് കണക്ട് ചെയ്യണം. യെസ്, ഉജ്ജയിനിയാണ്. അപ്പൊ ഓക്കെ അല്ലേ, സെറ്റല്ലേ? ചന്ദ്രഗുപ്ത II കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. എങ്കിൽ ഇനി നോക്കേണ്ടതാണ് കുമാരഗുപ്തൻ. വീണ്ടും 40 വർഷം, 415 മുതൽ 455 വരെയാണ്. ഇതിന്റെ ഇടയിലുള്ള ഈ ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ടുള്ള ചന്ദ്രഗുപ്ത I മാത്രമാണ് 320 മുതൽ 335 വരെ 15 വർഷം. ബാക്കി എല്ലാവരും 40 വർഷം അടങ്കിലെടുത്തുകയാണെന്ന് ഓർത്തോളൂ. കുമാരഗുപ്തന്റെ കാലഘട്ടം 415 മുതൽ 455 വരെയാണ്. CE കോമൺ എറ 415 മുതൽ 455 വരെയാണ്. മാതാപിതാക്കള് ചന്ദ്രഗുപ്തൻ II, വിക്രമാദിത്യനും പിന്നെ ധ്രുവ ദേവിയുമാണ്. വിക്രമാദിത്യന്റെ മകൻ കുമാരനാണ് എന്ന് ഓർത്താൽ മതി. അദ്ദേഹത്തിന്റെ പ്രധാന സംഭാവന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നളന്ദ സർവകലാശാല. കുമാരനാണ്, അപ്പൊ പഠിക്കാനുള്ള ത്വര കൂടും. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നളന്ദ സർവകലാശാല ഇദ്ദേഹമാണ് സ്ഥാപിക്കുന്നതെന്ന് ഓർത്തോളൂ. അപ്പൊ കുമാരൻ പഠിക്കാൻ സ്ഥാപിച്ചതാണ് നളന്ദ സർവകലാശാല അല്ലേ? അത് ബീഹാറിലാണ്. ഈ നളന്ദ സർവകലാശാല നശിപ്പിച്ചത് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബക്തിയാർ ഖിൽജി. ഭക്തിയോടെ വന്നിട്ട് അതിനെ തീയിട്ട് നശിപ്പിച്ചു എന്ന് ഓർത്താൽ മതി. ബക്തിയാർ ഖിൽജിയാണ്. എങ്കിൽ കുമാരഗുപ്തന്റെ
മറ്റു പേരുകൾ ഏതൊക്കെയെന്ന് ചോദിക്കും. അത് മഹേന്ദ്രാദിത്യൻ, ശക്രാദിത്യൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഈ കുമാരഗുപ്തനാണ്. വിക്രമാദിത്യന്റെ മകനാണ് ഈ കുമാരൻ. അപ്പോ അദ്ദേഹത്തിന്റെ പേരിലും ആദിത്യനുണ്ട്. മഹേന്ദ്രാദിത്യൻ, ചക്രാദിത്യൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിക്രമാദിത്യൻ എന്ന് എഴുതരുത്. അദ്ദേഹത്തിന്റെ മകൻ ആര്? കുമാരഗുപ്തൻ. അദ്ദേഹമാണ് ഈ മഹേന്ദ്രാദിത്യൻ, ചക്രാദിത്യൻ. അദ്ദേഹത്തിന്റെ മകന്റെ പേരിലും ഈ ആദിത്യൻ ഉണ്ട് എന്ന് ഓർത്താൽ മതി. എങ്കിൽ ഇദ്ദേഹത്തിന് വലുതായിട്ട് ഈ യുദ്ധത്തിനോടൊന്നും അധികം താല്പര്യമുള്ള വ്യക്തിയല്ല. വളരെ സമാധാനപരമായിട്ട് രാജ്യം മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടം. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ശിലാലിഖിതങ്ങൾ വരുന്നതെന്നും ഓർത്തോളൂ. ഏകദേശം 18ഓളം ശിലാലിഖിതങ്ങൾ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം കുമാരനാണ്, ആ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. അപ്പൊ ഇദ്ദേഹത്തിന് ലിഖിതങ്ങൾ എഴുതാനൊക്കെയാണ് കൂടുതൽ താല്പര്യം. അങ്ങനെ ഓർത്ത് വെച്ചോളൂ. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള നാണയങ്ങളിൽ വന്നിട്ട് കാർത്തികേയൻ അഥവാ സുബ്രഹ്മണ്യത്തിന്റെ ചിത്രം പതിപ്പിച്ച നാണയങ്ങൾ ഇദ്ദേഹം പുറത്തിറക്കിയിരുന്നു. പിന്നെ ഗരുഡ മുദ്രയുള്ള സ്വർണ്ണ നാണയങ്ങൾ, ഞാൻ പറഞ്ഞു ഗുപ്തന്മാരുടെ മുദ്രയാണ് ഗുപ്ത ഗരുഡ, ആ രീതിയിൽ ഓർക്കാനാണ് പറഞ്ഞത്. ഗരുഡൻ. അപ്പൊ ഗരുഡ മുദ്രയുള്ള സ്വർണ്ണ നാണയങ്ങളും ഇദ്ദേഹം പുറത്തിറങ്ങിയിരുന്നു. പിന്നെ സാമ്രാജ്യത്തിന്റെ പരമാധികാരം തെളിയിക്കാനായിട്ട് അശ്വമേധ യാഗം ഇദ്ദേഹം നടത്തിയിരുന്നു. ആദ്യം നമ്മൾ അശ്വമേധ യാഗം നടത്തിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രം കീഴടക്കാൻ അശ്വമേധ യാഗം നടത്തി എന്ന് പറഞ്ഞ് സമുദ്രഗുപ്തനാണ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും അശ്വമേധ യാഗം നടത്തിയിരുന്നു എന്നോർത്തോളൂ. അത് മാത്രമല്ല അശ്വമേധ യാഗത്തെ കുറിച്ചിട്ട് പ്രകീർത്തിക്കുന്ന നാണയങ്ങളും കുമാരൻ പുറത്തിറക്കി. ആ രീതിയിലും കണക്ട് ചെയ്യണം. എങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രധാന ലിഖിതങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൻസൗർ ശിലാലിഖിതം, അത് പട്ടുനൂൽ നെയ്ത്തുകാരുടെ കൂട്ടായ്മയെ കുറിച്ചും ഇദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നതാണ് മൻസൗർ ശിലാലിഖിതം. അത് കുമാരഗുപ്തന്റെ കാലഘട്ടത്തിലാണ്. പിന്നെ ബിൽസാദ് ലിഖിതം കുമാരഗുപ്തന്റെ ഭരണകാലത്തെ ഏറ്റവും പഴയ ലിഖിതമാണ്. പിന്നെ ദാമോദർപൂർ ചെമ്പ് തകിടുകൾ എന്നിവ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ കണ്ടെത്തപ്പെട്ടിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ബിൽസാദ് ലിഖിതം, പിന്നെ മൻസൗർ ശിലാലിഖിതം, പിന്നെ ദാമോദർപൂർ ചെമ്പ് തകിടുകൾ എന്നിവ. എങ്കിൽ കുമാരഗുപ്തന്റെ ഭരണകാലഘട്ടത്തില് ഭൂരിഭാഗം കാലവും നമ്മൾ പറഞ്ഞായിരുന്നു സമാധാനപരമായിരുന്നു. എങ്കിൽ വടക്കൻ ബംഗാൾ മുതൽ ഗുജറാത്ത് വരെയും ഹിമാലയം മുതൽ നർമ്മദ നദി വരെയുള്ളയും സാമ്രാജ്യം ഇദ്ദേഹത്തിന് നിലനിർത്താൻ കഴിഞ്ഞുവെങ്കിലും ഇദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തില് പുഷ്യമിത്രന്മാരുടെയും ഹൂണന്മാരുടെയും ആക്രമണം ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഈ ആക്രമണങ്ങളെ ചെറുത്ത് തോൽപ്പിച്ചതും ഗുപ്ത സാമ്രാജ്യത്തിന്റെ പ്രതാപം പിന്നെ വീണ്ടെടുത്തതും ഇത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന ശക്തനായിട്ടുള്ള രാജാവായിട്ടുള്ള സ്കന്ദഗുപ്തനാണ് എന്ന് ഓർത്തോളൂ. അപ്പൊ കുമാരന്റെ അവസാന കാലഘട്ടത്തില് പുഷ്യമിത്രന്മാരും ഹൂണന്മാരും വന്ന് ആക്രമിച്ചു. എങ്കിൽ ഈ രാജ്യത്തിനെ വീണ്ടും പ്രതാപകാലത്തിലേക്ക് കൊണ്ടുപോകുന്നത് അടുത്ത് വരുന്ന സ്കന്ദഗുപ്തനാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ കുമാരഗുപ്തനെ കുറിച്ചിട്ട് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. നളന്ദ സർവകലാശാല ആരംഭിച്ചത് ആര്, ഗുപ്ത രാജാവ് ആര് എന്ന് ചോദിക്കും. അപ്പൊ കുമാരനെ പഠിക്കാൻ നളന്ദ സർവകലാശാല ബീഹാറിലെ പാറ്റ്നയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ കുമാരഗുപ്തനാണ്. നശിപ്പിച്ചത് ഭക്തിയോടെ വന്ന് ബക്തിയാർ ഖിൽജി. എങ്കിൽ മഹേന്ദ്രാദിത്യൻ എന്ന പദവി സ്വീകരിച്ച ഭരണാധികാരി ആര്? ഒരു ആദിത്യന്റെ മകനാണ്. ഏത് ആദിത്യന്റെ മകൻ? വിക്രമാദിത്യന്റെ മകൻ. ആര്? കുമാരൻ. യെസ്, കുമാരഗുപ്തനാണ് മഹേന്ദ്രാദിത്യൻ എന്ന പദവി സ്വീകരിച്ചത്. എങ്കിൽ കാർത്തികേയന്റെ ചിത്രം പതിപ്പിച്ച നാണയങ്ങൾ ഇറക്കിയ ഗുപ്തരാജാവ് ആര് എന്ന് ചോദിച്ചാൽ അതും കുമാരഗുപ്തനാണ്. അപ്പൊ കുമാരൻ കാർത്തികേയ ഭക്തനാണ് എന്ന് ഓർത്താൽ മതി. അല്ലെങ്കിൽ കാർത്തികേയന് മറ്റൊരു നാമമുണ്ടല്ലോ കുമരൻ എന്ന് പറഞ്ഞ്, അത് വെച്ച് ഓർത്താൽ മതി കുമാരഗുപ്തൻ. എങ്കിൽ ഏറ്റവും കൂടുതൽ ശിലാലിഖിതങ്ങൾ പുറപ്പെടുവിച്ച ഗുപ്ത രാജാവ് ആര്? കുമാരനാണ്. കുമാരന് ശിലാലിഖിതങ്ങളൊക്കെ എഴുതുവാന് പഠിക്കാനാണ് ഇൻട്രസ്റ്റ് എന്ന് ഓർക്കാനാണ് പറഞ്ഞത്. യെസ്, കുമാരഗുപ്തൻ. എങ്കിൽ പ്രശസ്തമായിട്ടുള്ള മന്ദസൗർ ശിലാലിഖിതം ആരുടെ ഭരണകാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കുമാരഗുപ്തന്റെ ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എങ്കിൽ ഇനി നമുക്ക് നോക്കേണ്ടതാണ് ഗുപ്ത രാജവംശത്തിലെ അവസാനത്തെ ശക്തനായിട്ടുള്ള രാജാവ് സ്കന്ദഗുപ്തൻ. ഞാൻ പറഞ്ഞായിരുന്നു സ്കന്ദഗുപ്തനാണ് ഹൂണന്മാരെയും പുഷ്യമിത്രന്മാരെയും തോൽപ്പിച്ച് ഗുപ്ത രാജവംശത്തിന്റെ പ്രതാപം തിരിച്ചെടുത്തത്. ഹൂണന്മാരെ ചെറുത്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ രക്ഷകൻ എന്നറിയപ്പെടുന്ന രാജാവ്, സേവിയർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രാജാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുപ്തന്മാരുടെ ആ ശ്രേണിയിലെ അവസാന രാജാവ് സ്കന്ദഗുപ്തൻ എന്ന് ഓർക്കാൻ. എങ്കിൽ വിക്രമാദിത്യ എന്ന ടൈറ്റിൽ വീണ്ടും സ്വീകരിച്ചതാര് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും സ്കന്ദഗുപ്തനാണ്. ഗുപ്ത രാജവംശത്തിന്റെ കാലഘട്ടത്തിന്റെ അവസാനമായില്ലേ, അപ്പൊ അദ്ദേഹം ധൈര്യത്തിന് വേണ്ടി വീണ്ടും വിക്രമാദിത്യ എന്ന ടൈറ്റില് സ്വീകരിച്ചു. ഒറിജിനൽ വിക്രമാദിത്യ ആര്? ചന്ദ്രഗുപ്ത രണ്ടാമൻ. ആ വിക്രമാദിത്യന്റെ ഓർമ്മയ്ക്ക് അവസാനത്തെ രാജാവും സ്വീകരിച്ചു എന്ന് ഓർത്തോളൂ. അപ്പൊ ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഈ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. ഒരു ഭീതിയുമില്ലാതെ ചുണയോടുകൂടിയാണ് ഇദ്ദേഹം ഹൂണന്മാരെ നേരിട്ടത് എന്ന് കണക്ട് ചെയ്തോളൂ. അത് വെച്ചിട്ട് ഭീതാരി സ്തംഭലിഖിതം ആരെ കുറിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഹൂണന്മാരെ തോൽപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഭീതാരി സ്തംഭലിഖിതം. എങ്കിൽ ചുണയോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ വെച്ചിട്ട് ജുനാഘട്ട്, ഗുജറാത്തിലെ ജുനാഘട്ട് ലിഖിതത്തിലും ഇദ്ദേഹത്തിന്റെ
ഭരണത്തെ കുറിച്ച് പരാമർശിക്കുന്നു എന്ന് ഓർത്തോളൂ. എങ്കിൽ സ്കന്ദഗുപ്തനാണ് സുദർശന തടാകം പുനർനിർമ്മിച്ചത് എന്നും ഓർത്തോളൂ. സ്കന്ദഗുപ്തൻ സുദർശന തടാകം പുനർനിർമ്മിച്ചു. ആ രീതിയിലും കണക്ട് ചെയ്യണം. എങ്കിൽ ഇദ്ദേഹത്തിന്റെ നാണയത്തിൽ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ക്രമാദിത്യ എന്നാണ് എന്നും ഓർത്തോളൂ. അല്ലെ, ഗുപ്ത സാമ്രാജ്യത്തിലെ ആ ക്രമത്തിലെ അവസാനത്തെ രാജാവാരോ അദ്ദേഹം ക്രമാദിത്യ. ആ രീതിയിൽ കണക്ട് ചെയ്യണം. എങ്കിൽ കഹോം ലിഖിതത്തിൽ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ശക്രോപാന എന്നാണ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോളൂ. ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം AD 455 മുതൽ 467. ഇദ്ദേഹം 40 വർഷം ആവർത്തിച്ചില്ല, 12 വർഷമാണ് ഇദ്ദേഹം ഭരിച്ചത് എന്നും ഓർത്തോളൂ. ഗുപ്ത കാലഘട്ടത്തിലെ അവസാനത്തെ ശക്തനായിട്ടുള്ള രാജാവാണ്. അതുകൊണ്ട് തന്നെ ഹൂണന്മാരെ തോൽപ്പിച്ചത് കൊണ്ട് ഇന്ത്യയുടെ രക്ഷകൻ എന്നും അറിയപ്പെടുന്നു. പക്ഷെ നിരന്തരമായിട്ട് ഈ യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ അവസാനം സാമ്പത്തികമായിട്ട് ഈ ഗുപ്ത സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളകി. അങ്ങനെ അവസാനം ഇവര് പുറത്തിറക്കിയിട്ടുള്ള സ്വർണ്ണ നാണയത്തിലൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ലോഹക്കൂട്ടൊക്കെ ചേർക്കേണ്ടി വന്നു. അതിൽ തന്നെ ഉണ്ട് സാമ്രാജ്യം വന്നിട്ട് അടിത്തറ ഇളകി എന്ന്. ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഗുപ്ത സാമ്രാജ്യം ക്രമേണ തകർച്ചയിലേക്ക് നീങ്ങുകയുമായിരുന്നു. എങ്കിൽ മത്സര പരീക്ഷയിൽ സ്കന്ദഗുപ്തനെ കുറിച്ച് ചോദിക്കാറുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഹു അമംഗ് ദ ഫോളോവിംഗ് ഗുപ്ത റൂളേഴ്സ് ഈസ് നോൺ ആസ് സേവിയർ ഓഫ് ഇന്ത്യ ഫോർ സക്സസ്ഫുള്ളി റിപ്പൾസിംഗ് ദ ഹൂണ ഇൻവെൻഷൻ? അല്ലെ, ഹൂണന്മാരുടെ വരവിനെ ചെറുത്ത് ഇന്ത്യയുടെ രക്ഷകൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഗുപ്ത റൂളർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുപ്തന്മാരുടെ അവസാനത്തെ ശക്തനായിട്ടുള്ള ഭരണാധികാരി ആര്? സ്കന്ദഗുപ്തൻ. അപ്പൊ അദ്ദേഹമാണ് ഹൂണന്മാരെ ചെറുത്തതിലൂടെ ഇന്ത്യയുടെ രക്ഷകൻ എന്ന് അറിയപ്പെട്ടിരുന്നത്. എങ്കിൽ ബിതാരി പില്ലറില് ഹൂണന്മാരെ തോൽപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പരാമർശം ഉള്ളത് ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കന്ദഗുപ്തനാണ്. ഞാൻ ഇങ്ങനെ ഓർക്കാനാണ് പറഞ്ഞത്. ഒരു ഭീതിയും ഇല്ലാതെ ചുണയോടുകൂടി സ്കന്ദഗുപ്തൻ പോരാടി. അവസാനത്തെ ഗുപ്ത രാജാവ് പോരാടി. അതിൽ ഭീതി എന്നാൽ ബിതാരി പില്ലറും പിന്നെ ചുണ എന്നാൽ ജുനാഗഡ് പില്ലറിലും ഇദ്ദേഹത്തിന്റെ പേരുണ്ട്. എങ്കില് മൗര്യ സാമ്രാജ്യത്തില് നിർമ്മിക്കപ്പെട്ട ഏത് ലേക്കാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പുനർനിർമ്മിക്കപ്പെട്ടതെന്ന് ചോദിക്കും. അത് സുദർശന ലേക്ക്. സ്കന്ദഗുപ്തൻ സുദർശന ലേക്ക് പുനർനിർമ്മിച്ചു. അങ്ങനെ കണക്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. എങ്കിൽ ചന്ദ്രഗുപ്ത രണ്ടിന്റെ കാലഘട്ടത്തിന് ശേഷം, വിക്രമാദിത്യന് ശേഷം ആരാണ് വിക്രമാദിത്യ എന്ന ടൈറ്റിൽ വീണ്ടും സ്വീകരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാന ഗുപ്ത രാജാവ് പേരിന് വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബലത്തിന് വേണ്ടിയിട്ട് അവരെല്ലാം ആക്രമിച്ച് തോൽപ്പിക്കണ്ടേ, വീണ്ടും വിക്രമാദിത്യൻ എന്ന ടൈറ്റില് വീണ്ടും സ്വീകരിച്ച് അവരെയൊക്കെ തോൽപ്പിച്ചു എന്ന് ഓർത്താൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗുപ്ത രാജവംശത്തിൽ നിന്നും ഗുപ്ത സാമ്രാജ്യത്തിൽ നിന്നും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ഉറപ്പായും നിങ്ങൾ ഷെയർ ചെയ്യണം കൂട്ടുകാർക്കൊക്കെ. കാരണം പൊതുവെ വ്യൂവേഴ്സ് കുറവാണ്, പക്ഷെ നല്ല രീതിയിലുള്ള എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പൊ ധാരാളം കൂട്ടുകാരിലേക്ക് എത്തിക്കൂ. എല്ലാവർക്കും ഉപകാരം ഉണ്ടാവട്ടെ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണ് എന്നുണ്ടെങ്കിലും കമന്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ജോയിൻ ചെയ്തോളൂ. ക്ലാസ് ഞാൻ അയച്ചേക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദിസ് ഇസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിക്കൂ, പഠിച്ചുകൊണ്ടിരിക്കൂ.